ആവർത്തിച്ചു പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം മാറി ഭൂരിപക്ഷ പ്രീണനമായി. ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി 87-ൽ EMS ചെയ്തതുപോലെ പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അറിയാലോ അതായത് ഭൂരിപക്ഷ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അതിന്റെ ഗുണഭോക്താവാകാൻ പോകുന്നത് BJP ആണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ്. ഇപ്പൊ അത് യാഥാർത്ഥ്യമായി. തിരുവനന്തപുരത്ത് അവര് നഗരസഭയിലേക്കുള്ള BJPയുടെ വഴിയിൽ താമര ഇതളുകൾ വിതറി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. CPMന്റെ ഈ ഭൂരിപക്ഷ പ്രീണനമാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ പ്രീണനമില്ല, ഒരു ഭൂരിപക്ഷ പ്രീണനമില്ല. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിന്തുണച്ചത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയായി. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേരളത്തിന്റെ ഒരു മനസ്സ് സെക്യുലർ മനസ്സാണ്. ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ പൊസിഷനിങ് ആണ്. അത് CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്ന് പണം തന്നിട്ടാണ് ഈ ഔദാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അവർ വീട്ടിൽ നിന്ന് കൊടുത്ത ഇവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ആളുകൾ ശാപ്പാടടിച്ച് എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അവരുടെ പരാതി.